ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ ഈ സിലബസിൽ നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. കാരണം നമ്മൾ സാധാരണ എക്സാമിന് നേരിടുന്നൊരു പ്രശ്നമാണ് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അതുപോലെ ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പുറമെ നിന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ ഒരു പേപ്പറിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളിലും പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും, പഠിച്ചത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. നമുക്കിതിൽ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എങ്കിഡു ആൻഡ് ഗിൽഗമേഷ്. വാട്ട് ആർ ദ വേരിയസ് തോട്ട്സ് ദാറ്റ് പാസ് ത്രൂ ദ മൈൻഡ് ഓഫ് ദ പോയിറ്റ് വെൻ ഹി സീസ് ഫോർഗോട്ടൺ ഫ്ലവർ. അതുപോലെ തന്നെ ഹൗ ഡസ് എ പോയിറ്റ് യൂളജൈസ് ദി എഫേർട്സ് ഓഫ് ദ ഹസ്ബൻഡ് മാൻ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജാവർട്ട്, ഡിപ്പിക്ഷൻ ഓഫ് ഫ്രഞ്ച് ജസ്റ്റിസ് സിസ്റ്റം, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാലും ദാന്തേസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഇസ്റ്റാബ്ലിഷിംഗ് ഇറ്റാലിയൻ ആസ് എ ലിറ്റററി ലാംഗ്വേജ്, അതുപോലെ തന്നെ ഈഡിപ്പസിൻ്റെ ട്രാജിക് ഫ്ലോ, പിന്നെ 3 ക്വസ്റ്റ്യൻസിലെ ഫിലോസഫി. ഈ രീതിയിൽ ഈ പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ആൻസറിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പാരഗ്രാഫ് എസ് എ നോട്ട്സിൻ്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ നോട്ട്സ് ഉപകാരപ്പെടും. അപ്പോൾ ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എങ്കിഡു ആൻഡ് ഗിൽഗമേഷ്. നമ്മുടെ എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ എങ്കിഡു എന്ന് പറയുന്നത് ഗിൽഗമേഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവങ്ങൾ പറഞ്ഞയക്കുന്ന ഒരാളാണ്. ഇവർ തമ്മിൽ ആദ്യം ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നുണ്ടെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം ശക്തി മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളാവുന്നൊരു സാഹചര്യമൊക്കെയാണ് വരുന്നത്. വാട്ട് ആർ ദ വേരിയസ് തോട്ട്സ് ദാറ്റ് പാസ് ത്രൂ ദ മൈൻഡ് ഓഫ് ദ പോയിറ്റ് വെൻ ഹി സീസ് എ ഫോർഗോട്ടൺ ഫ്ലവർ. ഇനി നമ്മുടെ ഫ്ലവർ ബെയർ ഓഫ് ഫ്രാഗ്രൻസ് എന്നുള്ള പോയറ്റ് എന്നുള്ളതാണ്. ഒരു പൂവ് ഇങ്ങനെ വാടിക്കിടക്കുന്ന സമയത്ത് പോയിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആരായിരിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക, അത് ആർക്ക് കൊടുത്തിട്ടുള്ളതായിരിക്കും, അത് കൊടുത്ത ആളും അത് സ്വീകരിച്ച ആളും ഇപ്പോഴും റിലേഷൻഷിപ്പിലായിരിക്കുമോ, അതോ ഈ പൂ പോലെ അവരുടെ റിലേഷൻഷിപ്പ് വാടിപ്പോയിട്ടുണ്ടായിരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പോയറ്റ് ചിന്തിക്കുന്നത്. ഹൗ ഡസ് എ പോയറ്റ് യൂളജൈസ് ദി എഫേർട്സ് ഓഫ് ദ ഹസ്ബൻഡ് മാൻ. നമ്മുടെ ആദം എന്ന് പറയുന്ന പോയറ്റ് എന്നുള്ള ചോദ്യമാണ്. ഹസ്ബൻഡ് മാൻ എന്ന് പറയുന്നത് ഒരു ഫാർമർ, ഒരു ഗൃഹനാഥൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്നതാണ്. അതായത് മനുഷ്യവംശം ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷവും നിരാശപ്പെടാതെ ഈ മനുഷ്യവംശത്തിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നടത്തി കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ പ്രശംസിക്കുന്ന ഒരു പോയമാണ് ഈ ആദം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. നമുക്കിത് ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നോട്ട്സിൽ ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അവൈലബിൾ ആണ്. കമൻറ്റ് ഓൺ ദ പോയിറ്റ്സ് അഫിനിറ്റി വിത്ത് നേച്ചർ. നമ്മുടെ ഹൈക്കു പോയറ്റ് എന്നുള്ളൊരു ചോദ്യമാണത്. ഈ ടോയ്ലറ്റ് റെയിൻ എന്നുള്ള പോയറ്റ് നമുക്ക് വരുന്നതാണ്. ആ റെയിനകത്ത് ഒരു ഹിബിസ്കസിനെ കാണുന്ന സമയത്ത് പോയറ്റ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് നമ്മൾ ആ കവിതയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ പോയറ്റിന് ഈ സൺസെറ്റും ഫ്ലവറും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നതിൽ നമുക്ക് അദ്ദേഹത്തിന് ഈ നേച്ചറുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ സാധിക്കും. ദ ഡിപ്പിക്ഷൻ ഓഫ് ഫ്രഞ്ച് ജസ്റ്റിസ് സിസ്റ്റം ത്രൂ ഔട്ട് ദ മൂവി. നമ്മുടെ ലെ മിസറബിൾ എന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഫ്രഞ്ച് ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പാവങ്ങൾക്ക് നീതി ലഭിക്കാത്ത, അവരെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള അനീതിയുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ആ സിനിമയ്ക്കകത്തും ആ നോവലിനകത്തും അവതരിപ്പിച്ചിട്ടുള്ളത്. ക്യാരക്ടർ ഓഫ് സ്കെച്ച് ഓഫ് ഇൻസ്പെക്ടർ ജാവേർട്ട്. ഇൻസ്പെക്ടർ ജാവേർട്ട് എന്ന് പറയുന്നത് അതിൽ ജീൻ വാൽജിൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ഒരു ആയുഷ്കാലം മുഴുവൻ അയാളുടെ പുറകെ നടക്കുന്നതാണ്. അതായത് ഒരു ബ്രെഡ് മോഷ്ടിച്ച കുറ്റത്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അയാൾ നിയമം നീതിയൊക്കെ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള ഒരു വിശ്വാസക്കാരനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ പിന്നീട് ഈ ജാവർട്ടിൻ്റെ ജീൻ വാൽജിൻ രക്ഷിക്കുന്ന സമയത്ത് അയാൾക്ക് ആകെ ആശയക്കുഴപ്പമുണ്ടാവുകയും അയാളുടെ ഈ നീതി നിയമം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ തെറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യവും അയാൾ സ്വന്തം ജീവൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പോർട്രയൽ ഓഫ് വിമൻ ഇൻ എ ഗ്രോവ്.
ഇന്ന ഗ്രോവ് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയാണ്. അതിനകത്ത് വുമൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഒരു സൊസൈറ്റിയിലെ വുമണെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒന്ന്, ഈ മാരേജിനും ഓണറിനും ഒക്കെ വലിയ പ്രാധാന്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവരുടേതല്ലാത്ത തെറ്റ് കാരണം കൊണ്ട് മറ്റൊരാൾ അവരെ ആക്രമിച്ചതിൻ്റെ പേരിൽ പോലും അവരുടെ ഓണർ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. പിന്നെ മറ്റൊന്ന് വരുന്നത് അവരുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ ആ ബണ്ടിറ്റ് കൊള്ളക്കാരനും അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾക്ക് ഈ സ്ത്രീയെയാണ് അവിടെ കുറ്റപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ രീതിയിൽ ഈ സ്ത്രീകളിലേക്ക് കുറ്റം ചാർത്തുന്ന സമൂഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ആ ഒരു കഥയിൽ കാണുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി എക്സ്പ്ലെയിൻ കോറസ് ആസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഗ്രീക്ക് തിയേറ്റർ. കോറസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്ന് നരേഷന് വേണ്ടിയിട്ടാണ്. ഈ കഥ നടക്കുന്ന കാര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്നൊക്കെ നരേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോറസിന് വലിയ പങ്കുണ്ട്. പിന്നെ ഓഡിയൻസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതും കോറസാണ്. അത്തരം പോയിന്റുകളൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ, അനലൈസ് ദാന്തേസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ് എസ്റ്റാബ്ലിഷിംഗ് ഇറ്റാലിയൻ ആസ് എ ലിറ്റററി ലാംഗ്വേജ്. നമ്മുടെ മലയാളത്തിലെ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് ഇറ്റാലിയൻ ഭാഷയിൽ ദാന്തെ വരുന്നത്. അതായത് അതുവരെയുള്ള സാഹിത്യമൊക്കെ ലാറ്റിൻ ഭാഷയിലാണ് ഉണ്ടായിരുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് മഹാകാവ്യമൊക്കെ എഴുതുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ലാംഗ്വേജിലേക്കുള്ള കോൺട്രിബ്യൂഷനൊക്കെ വരുന്നത്. ഹൗ ഡസ് ഈഡിപ്പസ് ട്രാജിക് ഫ്ലോ ലീഡ് ടു ഹിസ് ഡൗൺഫോൾ. ഇനി ഈഡിപ്പസിൻ്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് ഒന്ന് അയാളുടെ അഹങ്കാരമാണ്, മറ്റൊന്ന് അയാളുടെ ഈ അറോഗൻസ് ആണ്. അതായത് അയാൾ സ്വന്തം പിതാവാണെന്ന് അറിയാതെയാണെങ്കിൽ കൂടിയും വഴിയിൽ വെച്ചുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ ഒരാളെ കൊല ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് സ്വന്തം പിതാവാണെന്നുള്ള കാര്യം അയാൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ കഥയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വന്തം പിതാവ് ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ വഴിയിൽ വെച്ചിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് ഒരാളെ കൊല ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് നമുക്ക് പറയാം. അത് അയാളുടെ ട്രാജിക് ഫ്ലോ ആണ്. മറ്റൊന്ന്, ഏത് മാർഗത്തിലും സത്യം അറിഞ്ഞേ കഴിയൂ എന്നുള്ള അയാളുടെ ഒരു പിടിവാശിയാണ്. അതായത് പല കാര്യങ്ങളും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താന്നുള്ളത് അയാൾ അംഗീകരിക്കാൻ തയ്യാറല്ല. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അയാളുടെ ട്രാജിക് ഫ്ലോയിൽ വരുന്നത്. ഇനി ഷോർട്ട് സ്റ്റോറി 3 ക്വസ്റ്റ്യൻസിൽ ടോൾസ്റ്റോയ് ഒരു ഫിലോസഫറായിട്ട് അവതരിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ശരിയായിട്ടുള്ള സമയവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ഏതാന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി ആ കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതി തന്നെ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു എക്സ്പീരിയൻസിലൂടെ അയാളത് നേടിയെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടോൾസ്റ്റോയുടെ ഫിലോസഫി നമ്മളവിടെ കാണുന്നത് ഇങ്ങനെ ഒരുപാട് പഠിക്കുന്നതിനേക്കാളും എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യവും പിന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ അപ്പോൾ കൂടെയുള്ളത് ആരാണോ, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണോ അയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അയാൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഇതിലാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് എഴുതാം. ഇനി ഡിസ്ക്രൈബ് സ്ട്രക്ചർ ആൻഡ് ടെക്നിക്ക് യൂസ്ഡ് ഇൻ ഗ്രീക്ക് തിയേറ്റർ ടു എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് പെർഫോമൻസ്. ഗ്രീക്ക് തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കോറസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സ്റ്റേജ്, അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ് തുടങ്ങിയിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾ നമുക്കതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ടാണ് ചോദ്യങ്ങൾ എക്സാമിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് നമുക്ക് ചാനലിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ ഫുള്ള് പാരഗ്രാഫ് എസ് ഐ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള PDF നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അനലൈസ് വാർ ആസ് തീം ഇൻ മഹാഭാരത. അതുപോലെ തന്നെ കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാന്തേസ് ഡിവൈൻ കോമഡി. ഇനി തുടർന്നുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിഫ്ലക്ട് ഓൺ ദ തീം ഓഫ് ഡിസിൻജാൻമെൻറ്റ് ഇൻ ഗോയ്തേസ് പോയം വയലറ്റ്. കമൻറ്റ് ഓൺ ദ പോയിറ്റ്സ് അഫിനിറ്റി വിത്ത് നേച്ചർ. നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടതാണിത്. ദ റോൾ ഓഫ് ദ കോറസ് ഇൻ ഈഡിപ്പസ് റെക്സ്. ഈ ഗ്രീക്ക് തിയേറ്ററിൽ ഈ കോറസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള ചോദ്യം അതും നമ്മൾ മുൻപത്തെ എക്സാമിന് കണ്ടിട്ടുള്ളതാണ്. ദ ഡെപ്പിക്ഷൻ ഓഫ് ഫ്രഞ്ച് ജസ്റ്റിസ് സിസ്റ്റം ത്രൂ ഔട്ട് ദ മൂവി. അപ്പോൾ ലേ മിസറബിളിൽ ഈ ഫ്രഞ്ച് ജസ്റ്റിസ് സിസ്റ്റത്തെ ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. വാട്ട് വാസ് ദ ഹെർമിറ്റ് ഡൂയിങ് വെൻ ദ കിങ് അറൈവ്ഡ്. ഹൗ ഡിഡ് ഹി റിയാക്ട് ടു ദ കിങ്സ് ക്വയറീസ്. നമ്മുടെ 3 ക്വസ്റ്റ്യൻസിലുള്ളതാണ്. ഈ രാജാവ് വരുന്ന സമയത്ത് ഹെർമിറ്റ് അവിടെ മുറ്റത്ത് ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളെ കഥയിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഇനി ട്രഡീഷൻസ് ഫോളോഡ് ഇൻ ഗ്രീക്ക് തിയേറ്റർ കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്ന ചോദ്യം തന്നെയാണ്.
The poem A Flower Shivered Bare Fragrance is a direct address to the forsaken flower. അപ്പോൾ ആ ഒരു പോയത്തിലെ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ എക്സാമിന് പാരഗ്രാഫ് ആയിട്ടുണ്ടായിരുന്നു. ഇതിലത് എസ്സേ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലവ് കോൺവേഴ്സ് ഓൾ ആസ് എ സെൻട്രൽ തീം ഓഫ് ലേ മിസറബിൾ. ഇത് നമുക്ക് ടെക്സ്റ്റിൽ വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിലൊരു തീമായിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഓണർ ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഇൻ എ ഗ്രോവ്. ആ ഗ്രോവ് എന്നുള്ള സ്റ്റോറിയിൽ ഓണർ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. അതിലെ ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവരവരുടെ ഓണറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള വേർഷനാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഈ ചാപ്റ്ററിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ദെൻ സ്ട്രക്ചർ ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഗ്രീക്ക് തിയേറ്റർ ടു എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് പെർഫോമൻസ്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനിൽ നമ്മൾ വീണ്ടും ഗ്രീക്ക് തിയേറ്ററുമായിട്ടാണ് ബന്ധപ്പെട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ തിയേറ്റർ, നാട്യശാസ്ത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കണം. ആ ഒരു ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന എപ്പിക് കൺവെൻഷൻസിൽ ഗ്രീക്ക് തിയേറ്റർ അതുപോലെ തന്നെ ഇന്ത്യൻ തിയേറ്റർ എന്നതിൽ നിന്ന് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് നമുക്ക് ഈ ഒരു സിലബസിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് പഠിക്കാം. ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതിൻ്റെ വീഡിയോസിൽ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പാരഗ്രാഫ് എസ്സേയുടെ PDF നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ, നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.